നാടിനെ ഒന്നാകെ നടുക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരണം 10ആയി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീൺ മരിച്ചു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പ്രവീൺ. വെടിക്കെട്ട് ദുരന്തം ചൂട് കാരണമല്ല എന്നാണ് പെസോയുടെ പ്രാഥമിക വിലയിരുത്തൽ. അളവിൽ കൂടുതൽ കരിമരുന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് സംശയം. പടക്ക നിർമ്മാണത്തിലെ പരിചയക്കുറവുള്ളവർ ഉണ്ടാകാമെന്നും വിലയിരുത്തലുണ്ട്. പാറമേക്കാവ് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. നടപടി അനധികൃത പടക്കശേഖരം കണ്ടെത്തിയതിന് പിന്നാലെയാണ്. 50 കിലോ വെടിമരുന്ന് സൂക്ഷിക്കാൻ അനുമതിയുള്ള ലൈസൻസി ശേഖരിച്ചത് 500 കിലോയാണ്. ലൈസൻസിക്കെതിരെ കേസെടുക്കുമെന്ന് പാലക്കാട് കളക്ടർ അറിയിച്ചു. ദുരന്ത മേഖലയിൽ വിവിധ ഏജൻസികൾ നടത്തിയ തിരച്ചിലും അവസാനിപ്പിച്ചു. സമഗ്ര വിവരങ്ങളുമായി അബ്ദുൾ റഹീം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റഹീമെ, ആശുപത്രിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ വേണം. ഇതിൽ ഏറ്റവും സങ്കടകരം മരണം ഉയരുന്നു എന്നുള്ളതാണ്. ചികിത്സയിലുള്ളവർ ജീവിതത്തിലേക്ക് തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നാട്ടിലേക്ക് മരണ വാർത്തകൾ എത്തുന്നു എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിന്റെ കൂടെ വിശദാംശങ്ങൾ. സേതു, ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത് ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. ചികിത്സയിലുള്ള, അതായത് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന പ്രവീണിൻ്റെ മരണമാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അതായത് ഈ അപകടം നടന്ന സംഭവ സ്ഥലത്ത് വെച്ച് പൊള്ളലേറ്റത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിരുന്നു. കാരണം ഈ പൊട്ടിത്തെറിയിൽ പല സാധനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ കാര്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഈ പൊള്ളലിന് പുറമെ മറ്റ് അപകടം കൂടി പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ആന്തരിക രക്തസ്രാവം പ്രവീണിനെ സംബന്ധിച്ച് വളരെയധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രവീണിന് ഈ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന പ്രവീണിന് ശസ്ത്രക്രിയ അടക്കം നടത്തിയിരുന്നതാണ്. കാരണം വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും നിലവിൽ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധ ചികിത്സ അടക്കം നൽകിക്കൊണ്ട് കൂടാതെ പ്രവീണിന് ശസ്ത്രക്രിയ അടക്കം നടത്തിയതാണ്. പക്ഷേ ആന്തരിക രക്തസ്രാവം നിൽക്കാതെ വന്നപ്പോഴാണ് പ്രവീണിന്റെ മരണം സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 90%-ലധികം പൊള്ളൽ ഈ ഒരു അപകടത്തെ തുടർന്ന് പ്രവീണിന് ഏറ്റിരുന്നു എന്നുള്ളതും അറിഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രവീൺ ഉൾപ്പെടെ 14 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഈ ചില ബോഡി പാർട്സുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചില ആളുകളുടെ പൂർണ്ണമല്ലാത്ത ശരീരഭാഗങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിരുന്നു. അതുൾപ്പെടെ ഏകദേശം 14 മരണം എന്നുള്ളതാണ്. അതിൽ 9 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പ്രവീണിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. അതിനുശേഷം പ്രവീണിന്റെ കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ മരണപ്പെട്ട ആളുകളുടെ ഏകദേശം 5ഓളം ആളുകളുടെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായതായാണ് വിവരം. ഏതായാലും നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി അത്ര കണ്ട് ആശാവഹമല്ല. കാരണം ബേൺ ICUവിൽ കഴിയുന്ന, അതായത് ഈ വെടിക്കെട്ട് പുരയുടെ ലൈസൻസി സതീഷ് ഉൾപ്പെടെയുള്ള ഏകദേശം 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. സതീഷ് നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. അവരുടെ കാര്യത്തിൽ ഡോക്ടർമാരുമൊക്കെയായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആശാവഹമായ ഒരു പ്രതീക്ഷ ആ കാര്യത്തിലില്ല. പക്ഷേ എങ്കിലും പരമാവധി ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ കഴിയുന്ന മറ്റു ചില ആളുകൾക്ക് അവരുടെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്തയുമാണ്. അതായത് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ഏതായാലും മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഈ പറയുന്നത് പോലെ തന്നെ സംഭവം നടന്ന മുണ്ടത്തിക്കോട് ഭാഗത്ത് പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇന്ന് ഉടനീളം അവിടെ ആ സംഭവ മേഖലയിലൊക്കെ തന്നെയും പരിശോധന നടത്തിയിരുന്നു. വലിയ രീതിയിൽ തന്നെയുള്ള പൊട്ടിത്തെറി ഉണ്ടായ സാഹചര്യമാണ്. അതുകൊണ്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടാതെ ഏകദേശം 29ഓളം ബോഡി പാർട്സുകളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ശരീരഭാഗങ്ങളൊക്കെ തന്നെയും കിട്ടിയത്. അതുകൊണ്ട് ഇത് എത്ര പേരുടേതാണ് എന്ന കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 10ഓളം ആളുകൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. കൂടാതെ 10 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 10 ആളുകൾ ഈ പറയുന്നത് പോലെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 4 ആളുകൾ മിസ്സിംഗ് ആണ്. അവരെയാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഏതായാലും നിലവിൽ 34 എന്നൊരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഈ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുൾപ്പെടെ ഏകദേശം 40ഓളം ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു
എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് ആ അനുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന 40 പേർക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു എങ്കിലും ആ സമയത്ത് അവിടെ നിന്ന് ആളുകളോ മറ്റോ പോയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ട സുന്ദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ വിവിധ പുരകളിലായിട്ട് ഏകദേശം 5-6 പുരകളിലായിട്ടാണ് ഈ വെടിക്കെട്ട് സാധനങ്ങളൊക്കെ തന്നെ ഇവർ സജ്ജീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ സംഭവ സ്ഥലത്ത് പല ഈ കുടിലുകളിലായി എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പോലും അറിയില്ല ആരൊക്കെ ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. അതുകൊണ്ട് എത്ര പേര് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആ കണക്കുകൾ ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഏതായാലും പരിശോധന ഇന്നത്തുകൊണ്ട് ഇപ്പോൾ ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ വരും ദിവസം നാളെ പാറമേക്കാവിന്റെയും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങളുണ്ട്. അപ്പം അക്കാര്യത്തിൽ നാളെയാകും ഒരു തീരുമാനം വരിക. നാളെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടക്കുന്നത്. അപ്പം ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും സമഗ്രമായി പറയുകയായിരുന്നു അബ്ദുൾ റഹീം.